ഹായ് ഹലോ ഇസ്മി ലിറ്റി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ജാസ്മിനും ഗബ്രിയും ഇവിടെ ഏതായാലും രണ്ട് വഴിക്കായി എന്നാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് കോള് വന്നതിന് ശേഷം ജാസ്മിൻ ആകപ്പാടെ ഷോക്ക്ഡായിരുന്നു. ആകപ്പാടെ കരച്ചിലും ശ്വാസം മുട്ടൽ വരികയോ തനിക്ക് സൈക്കോളജിസ്റ്റിനെ കാണാൻ അങ്ങനെ ആകപ്പാടെ ടെൻഷനായിരുന്നു ആക്കും ജാസ്മിൻ. അതുപോലെ തന്നെ ജാസ്മിന് അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സങ്കടമായിരുന്നു. ജാസ്മിന് ഇവിടെ കിട്ടി ചെയ്യണം എന്ന് വരെ ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നിൽക്കണ്ട, എനിക്ക് പോകണം എന്നപ്പോൾ ആകെപ്പാടെ ടെൻഷനിലായിരുന്നു. അങ്ങനെ ഇങ്ങനെ ജാസ്മിന് ടെൻഷനായിരിക്കുന്ന സമയത്ത് തന്നെ ബിഗ് ബോസ് ടണൽ, ഡെന്ന്, നെസ്റ്റ് ഈ 3 ടീമിനെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കുകയും പവർ ടീമിനെ റോസ്റ്റ് ചെയ്തുകൊണ്ട് സ്കിറ്റ് അവതരിപ്പിക്കണം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ സ്കിറ്റിൻ്റെ കാര്യങ്ങളുമായിട്ട് സ്കിറ്റ് അവതരിപ്പിക്കാനുള്ള സമയമായി. അന്നേരം ആദ്യത്തെ പെർഫോമൻസ് ചെയ്യുന്നത് നെക്സ്റ്റ് ടീമാണ്. അന്നേരം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ജാസ്മിനും ഗബ്രിയും രണ്ടും രണ്ട് സൈഡിലായിരിക്കും. സാധാരണ അങ്ങനെ ഒരു കാഴ്ച നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയും ബിഗ് ബോസ് തുടങ്ങി ഇത്രയും ദിവസത്തിനിടയ്ക്ക് നമ്മളത് കണ്ടിട്ടില്ല. കാരണം അവരെപ്പോഴും ഒരുമിച്ചാണ് കൈപിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ ദിവസം രണ്ടുപേരും രണ്ട് സൈഡിലായിട്ട് ഇരിക്കുന്നത് കാണാം. അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇവരുടെ ഈ കോംബോ നെഗറ്റീവായിട്ട് പുറത്താവുന്നുണ്ട് എന്നുള്ളൊരു ഹിൻറ്റ് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ജാസ്മിന് കിട്ടി എന്ന് നമുക്ക് മനസ്സിലായി. ഏതായാലും അങ്ങനെ ഇവർ രണ്ട് ഇതായിട്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് സ്കിറ്റ് നടക്കുന്നുണ്ട്. നെസ്റ്റിൻ്റെ ടീം നന്നായിട്ട് തന്നെ, സിജോയുടെ ടീം നന്നായിട്ട് തന്നെ ആ സ്കിറ്റ് അവതരിപ്പിച്ചു. അതിൽ ലാലേട്ടൻ വീക്കെൻഡിൽ വരുന്ന ഒരു എപ്പിസോഡ് പോലെയാണ് അവർ സ്കിറ്റ് അവതരിപ്പിച്ചത്. സിജോ ലാലേട്ടനായിട്ടും ശരണ്യ ജാൻമണിയായിട്ടും നോറ യമുനിയായിട്ടും ശ്രീതു ശ്രീരേഖയായിട്ടും ഗബ്രിയായിട്ട് സുരേഷാണ് അവതരിപ്പിച്ചത്. ജാസ്മിൻ്റെ അവസ്ഥ കൊണ്ടായിരിക്കാം, ജാസ്മിൻ്റെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം എന്തായാലും ജാസ്മിനെ അവർ ഒഴിവാക്കി. ജാസ്മിൻ ക്യാരക്ടറിനെ അവർ ഒഴിവാക്കി. ഒരുപക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരാളിനെ വീണ്ടും റോസ്റ്റ് ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടിക്കണം. കാരണം ജാസ്മിനെ റോസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും ഒരുപാട് ബുദ്ധിമുട്ട് ജാസ്മിന് വരും എന്നതുകൊണ്ടായിരിക്കാം ജാസ്മിനെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അതേതായാലും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും നാളും ജാസ്മിനെയൊക്കെ കോർണർ ചെയ്യപ്പെടുന്നു എന്നും പറഞ്ഞിട്ട് ബാക്കി 15 പേരും കോർണർ ചെയ്യപ്പെടുന്നു, ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാണ്. എന്ന് വെച്ചാൽ ഇതുപോലൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കിന് ബാക്കി എല്ലാവരും ജാസ്മിൻ്റെ കൂടെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന സ്കിറ്റ് ടണൽ ടീമായിരുന്നു. അത് ജിൻഡോയുടെ ടീം അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നില്ല. എങ്കിലും ജിൻഡോ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തു. ബാക്കി നിശാനയ്ക്കും രശ്മിൻ ബായിക്കും അത്രയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നില്ല. ഏതായാലും അത് കഴിഞ്ഞിട്ട് റോക്കിയുടെ ടീമായ ഡെൻ ടീം വന്നു. അതും അത്ര നന്നായിട്ടൊന്നും പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏതായാലും ഫസ്റ്റ് നെസ്റ്റിനും സെക്കൻഡ് ജിൻഡോയ്ക്കും കൊടുത്തു. മൂന്നാമത് റോക്കി വന്നു. റോക്കിയുടെ ടീം മൂന്നാമതായത് റോക്കിക്ക് ചെറിയ ഒരു നീരസം ഉണ്ടായിരുന്നു. അത് റോക്കി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും അതിന് ശേഷമാണ് ജാസ്മിൻ വീണ്ടും കരയാനും എന്നെ ആരും പിടിക്കണ്ട, ഞാൻ ഇനി ആരുമായിട്ടും കൂട്ടുന്നില്ല, എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആകപ്പാടെ കരച്ചിലും ബഹളമൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഗബ്രി വേറൊരു സൈഡിൽ ഇരിക്കുകയാണ്. അപ്പം നോറ വന്നിട്ട് നീ അവളുടെ അടുത്തേക്ക് പോകൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഗബ്രി ഒരിക്കലും ഞാൻ അവളുടെ അടുത്തേക്ക് പോകുന്നില്ല എന്നൊക്കെ പറയുന്നതിന് അപ്സര വന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും കഥ ഉണ്ടാക്കി പറഞ്ഞിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുകയാണ്. ആര് കഥ ഉണ്ടാക്കിയെന്നാണ് ഇവർ പറയുന്നത്. ഇവർ തന്നെയല്ലേ ഇതിനുള്ള സിറ്റുവേഷൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്തത്. ഇവർ തന്നെയല്ലേ ഇമേജ് കോൺഷ്യസ് അല്ല എന്ന് ജാസ്മിൻ പറഞ്ഞ് മനസ്സിലാക്കുന്നവരെ കൂടി ഞാൻ ഇമേജ് കോൺഷ്യസ് അല്ല, പുറത്ത് എന്ത് വേണം പറഞ്ഞിട്ട് എൻ്റെ പേരൻസിന് തന്നെ നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ജാസ്മിൻ തന്നെയല്ലേ. ശരണ്യായാലും സിജോയാണ് ശ്രീതു ആണെങ്കിലും നല്ല പോയിന്റ് ആയിട്ട് ഗബ്രിക്കും ജാസ്മിനും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തപ്പെടും. ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അവർ പുറത്ത് വളരെ പോസിറ്റീവായിട്ട് പോവുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ വരുന്നവരെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെയല്ലായിരുന്നു സംസാരിച്ചിട്ടിരുന്നത്. ഇനിയിപ്പോൾ ആര് കുറ്റപ്പെടുത്തിയെന്നും ആര് പറഞ്ഞെന്നും ഒന്നും പറഞ്ഞ് ഗബ്രി വെറുതെ മറ്റുള്ളവരുടെ മുന്നിലും വീട്ടുകാരുടെ മുകളിലും ഈ കുറ്റങ്ങളെ ഒന്നും കെട്ടിവെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി എന്തായാലും സത്യം മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ ഇവർക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റും, നല്ല രീതിയിൽ പെർഫോം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അത് നോക്കുകയാണ് ചെയ്യുന്നത്, അത് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ ലൈവ് അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.